ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊൻകുഴി ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോയൊരു വ്ലോഗാണിത്. പൊൻകുഴി ക്ഷേത്ര ദർശനം നടത്തുന്നവർക്കായി KSRTC സർവീസും അവൈലബിൾ ആണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബസ് ഇവിടെ വന്ന് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. റോഡിന്റെ ഒരു വശത്ത് ശ്രീരാമക്ഷേത്രവും മറുവശത്ത് സീതാദേവി ക്ഷേത്രവും ഹനുമാൻ ക്ഷേത്രവുമാണ് സ്ഥിതി ചെയ്യുന്നത്. കർക്കിടക വാവിന്റെ ദിവസമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേര് തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പിതൃതർപ്പണത്തിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. പൊൻകുഴി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രധാന നഗരമായ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്ററും മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ്. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് ഈ ക്ഷേത്രത്തിന്റെ ഘടന നിർമ്മിച്ചിരിക്കുന്നത്. ഉപപ്രതിഷ്ഠാ സങ്കല്പത്തിൽ ഇവിടെ ശ്രീകൃഷ്ണനെ ഗോപാലകൃഷ്ണനായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൂടെ ശ്രീ അയ്യപ്പന്റെ പ്രതിഷ്ഠയും നമ്മൾക്കിവിടെ കാണാം. ഉപപ്രതിഷ്ഠാ സങ്കല്പമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം കരിങ്കലിൽ കൊത്തിയെടുത്ത പണികൾ നമുക്ക് ധാരാളമായി കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിന്റെ പുറകുവശത്തുകൂടി ഒഴുകുന്ന പൊൻകുഴി നദിയുടെ തീരത്താണ് ഭക്തർ കാലങ്ങളായി പിതൃതർപ്പണം നടത്തി വരുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ ഇവിടെ പിതൃതർപ്പണം നടത്തി വരുന്നുണ്ട്. മഴക്കാലമായതുകൊണ്ട് ഇവിടെ അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് പിതൃതർപ്പണം നടത്തുന്നത്. രക്ഷാപ്രവർത്തകരും കൂടെയുണ്ട്. ഇത് റോഡിന്റെ ഇപ്പുറത്ത് സൈഡിലുള്ള സീതാദേവി ലവകുശ ക്ഷേത്രമാണ്. റോഡിന്റെ അപ്പുറത്തുള്ള ശ്രീരാമക്ഷേത്രമാണ് ഇതിന്റെ മൂലസ്ഥാനം. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൽ പറയുന്നത് സീതാദേവി ഗർഭിണിയായിരിക്കുമ്പോൾ ലക്ഷ്മണൻ ഉപേക്ഷിച്ച സ്ഥലമായിട്ടാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരിക്കലും വറ്റാത്ത ഒരു കണ്ണിനീർ തടാകമുണ്ട്. സീതാദേവിയുടെ കണ്ണിനീരിൽ നിന്നാണ് ഈ തടാകമുണ്ടായത് എന്നാണ് വിശ്വാസം. കുംഭമാസത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കാറുള്ളത്. പിന്നെ മീനമാസത്തിൽ അത്തം നക്ഷത്രത്തിൽ ശ്രീരാമന്റെ പ്രതിഷ്ഠാദിനം 3 ദിവസം നടക്കും. ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീത മനോവിഷമത്താൽ ഇരുന്നു എന്ന് പറയപ്പെടുന്ന തറയാണ് ഈ ആൽമരച്ചോട്ടിലുള്ളത്. സീതാദേവി ക്ഷേത്രത്തിനോട് ചേർന്ന അഭിമുഖമായാണ് ഇവിടെ ഹനുമാൻ സ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ ദിവസം ഇവിടെ സേവാഭാരതിയുടെ ഭക്ഷണ വിതരണം ഉണ്ടായിരുന്നു. രാവിലെ ഉപ്പുമാവും കോഫിയുമായിരുന്നു ഇവിടുത്തെ ഭക്ഷണം. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.